ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചിയും രേവതിയും കൂടി സുധിയെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുവാണ്. സുധി അകത്തോട്ട് കയറാൻ മടിച്ച് അങ്ങനെ പുറത്ത് നിൽക്കുവാണ്. സച്ചിയും രേവതിയും വീടിൻ്റെ അകത്തോട്ട് കയറും. അപ്പോഴേക്കും ചന്ദ്ര നോക്കുമ്പോഴേക്കും ഇവരുടെ കൂടെ ഒരു പിച്ചക്കാരൻ. അപ്പോൾ രവീന്ദ്രനോട് പറയുന്നുണ്ട്, നോക്കിയേ ഇത്ര നാൾ കൂട്ടുകാരാണെന്ന് പറഞ്ഞ് ആരെയൊക്കെയോ കൊണ്ടുവന്ന് ചായ കാപ്പിയൊക്കെ കൊടുക്കുമെന്ന് പറയുമായിരുന്നു. ഇപ്പം നോക്ക് ഒരു പിച്ചക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നു. അപ്പോൾ സച്ചി പറയും, അയ്യോ അച്ഛാ ഇത്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അറിയാം, ഇത് നമ്മുടെ ഏരിയയിൽ പിച്ചെടുക്കുന്നവനല്ലേ, ഇവനെ കണ്ടാലേ കുറേ വർഷമായി കുളിച്ചിട്ടെന്ന് തന്നെ തോന്നുന്നു, 5-10 കൊടുത്ത് പറഞ്ഞു വിടാനുള്ളതിനെ വീടിൻ്റെ അകത്തോട്ടാണോടാ കൊണ്ടുവരുന്നതെന്നൊക്കെ ചോദിച്ച് ചന്ദ്ര ചീത്ത പറയുവാണ് സച്ചിയെ. അപ്പോൾ സച്ചി പറയും, അങ്ങനെയൊന്നും പറയല്ലേ, പിന്നെ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമം തോന്നുമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ഞാൻ എന്തിനാടാ വിഷമിക്കുന്നത്, നിങ്ങൾ ഇവനെ പറഞ്ഞ് വിടാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞ് പിന്നെയും ചന്ദ്ര ചൂടാകുവാണ്. എന്നിട്ട് ചന്ദ്ര പിച്ചക്കാരനോട് പറയുന്നുണ്ട്, ഇറങ്ങിപ്പോടാ, കുറച്ചു നേരം കഴിഞ്ഞ് ഇവൻ വേണമെങ്കിൽ വീടിൻ്റെ അകത്തോട്ട് കയറി വരും, പോയെന്നൊക്കെ പറയുമ്പോഴേക്കും സുധി തലയിൽ തോർത്തിട്ടൊക്കെ മൂടി നിൽക്കുകയാണല്ലോ. അമ്മാന്ന് വിളിക്കും ചന്ദ്രയെ നോക്കിയിട്ട്. അപ്പോൾ ചന്ദ്ര പറയും, പുറത്തെടുക്കേണ്ട പിച്ചയൊക്കെ അകത്ത് വന്ന് എടുക്കുവാണോ അമ്മാന്ന്? ആരുടെ അമ്മയുടെ? ഞാൻ നിന്റെ അമ്മയൊന്നുമല്ല, പുറത്തു പോയി വിളിയുടെ അമ്മ എന്നൊക്കെ പറയുവാണ് ചന്ദ്ര. നിനക്ക് കയ്യും കാലിനൊന്നും ഒരു കുഴപ്പമില്ലല്ലോ, പോയി വല്ല പണിക്കും പൊക്കൂടെടാ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ ഇത്രയും വളർത്തി വലുതാക്കി കഷ്ടപ്പെട്ട് വളർത്താക്കിയാൽ നിന്റെ അച്ഛനെ അമ്മനെയും പറഞ്ഞാൽ മതിയല്ലോ. രേവതി അടുക്കളയിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടെങ്കിൽ അവനെടുത്ത് കൊടുത്തിട്ട് അവന് പറഞ്ഞു വിടാൻ നോക്കിയെന്നൊക്കെ പറയുവാണ് ചന്ദ്ര. അപ്പോൾ സുധി പിന്നെ അമ്മ എന്ന് വിളിക്കുവേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ ഒന്നും എന്നെ അങ്ങനെ വിളിക്കല്ലേടാ പിച്ചക്കാരാന്ന് പറയുമ്പോഴേക്കും സുധി തുറന്ന് മുഖം കാണിച്ചു കൊടുക്കുവേ. അമ്മ ഇത് ഞാനാണ് സുധി എന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര ഞെട്ടിപ്പോവേ. പാവം ചന്ദ്ര തളർന്ന് ആ കസേരയിൽ അങ്ങോട്ട് ഇരിക്കും. രവീന്ദ്രനും ഞെട്ടുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയും, അയ്യോ ഇത് നമ്മുടെ മോൻ സുധിയാണോ? സുധി നീ എന്താടാ ഈ കോലത്തിലെന്നൊക്കെ പറഞ്ഞ് സുധിയുടെ അടുത്തോട്ട് ഓടിപ്പോവും. എന്നിട്ട് ചന്ദ്ര അപ്പോഴേക്കും ശ്രുതി വരുവേ. ശ്രുതി വന്നിട്ട് ചോദിക്കും, ആൻറ്റി ആരാ ഇതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയും, ഇതെന്റെ മോന്, അവന്റെ അവസ്ഥ കണ്ടില്ലേ മോളെ ശ്രുതി എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി നോക്കുമ്പോൾ ശ്രുതി കേട്ടോ, ശ്രുതിക്ക് അങ്ങോട്ട് സങ്കടം വരുവേ. ശ്രുതി കരയുന്നൊക്കെയുണ്ട്. സുധിയാണോ ഇത്? ഞാനേതോ പിച്ചക്കാരനാണെന്ന് ഓർത്തു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, പിച്ചക്കാരൻ്റെ വേഷമാണിത്. എന്താ സുധി നിനക്ക് എന്ത് പറ്റി, ഇത് എന്തൊരു വേഷമാണെന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയും, ഇതാണ് പിച്ചക്കാരൻ്റെ യൂണിഫോം, പിച്ചെടുത്തോണ്ടിരിക്കുമായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ചന്ദ്രയും ശ്രുതിയും രവീന്ദ്രനൊക്കെ ഞെട്ടുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയും, ഞാൻ അമ്പലത്തിൽ പോയ ടൈമിൽ കേട്ട സൗണ്ട് ആണല്ലോ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ സുധി അവിടെ ഇരുന്ന് പിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ സച്ചിയേട്ടനെ വിളിച്ച് വരാൻ പറഞ്ഞു. അങ്ങനെ ആ സുധിയെ ഇങ്ങോട്ടേക്ക് പൊക്കിക്കൊണ്ട് വന്നേന്നൊക്കെ പറയുമ്പോഴേക്കും ചന്ദ്രയൊക്കെ ഞെട്ടുവേ. പിച്ചെടുത്തൊന്നു, എന്താ മോനെ നീ ചെയ്യുന്നത്, നീ എന്താ, ഞാൻ എങ്ങനെ വളർത്തിയ മോനാടാ നീ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര വീണ്ടും കരയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇവനെ കളയാക്കാറുണ്ട്, പക്ഷെ ഇവൻ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി. ഇവൻ എന്നെ വിലയില്ല, പക്ഷേ എൻ്റെ കൂടെ പറഞ്ഞ ചേട്ടനല്ലേ, എനിക്ക് വിലയില്ലാതിരിക്കുമോ, എനിക്ക് തന്നെ ഭയങ്കര സങ്കടമായി, അതാ ഞാൻ ഇവൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. രവീന്ദ്രനൊക്കെ കരയുവാണ് കേട്ടോ സുധിയെ കണ്ടിട്ട്. ചന്ദ്ര പറയും, എന്തിനാ മോനെ, എന്തിനാ നീ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, അമ്മ എനിക്ക് കാനഡയിൽ പോകണം, ഞാൻ അമ്മയോടൊക്കെ കാശ് ചോദിച്ചു, ആരും എന്നെ സഹായിച്ചില്ല, ശ്രുതിയും സഹായിച്ചില്ല. അപ്പോൾ രവീന്ദ്രൻ പറയും, പിച്ചെടുത്ത് 14 ലക്ഷം ഉണ്ടാക്കാൻ ഓർത്താണോ നീ പോയി പിച്ചെടുത്തത്? എന്താ സുധി നിനക്ക് ബോധമില്ലേ, കഷ്ടപ്പെട്ട് പണിയെടുത്തുവിടാ നിനക്കെന്ന് ചോദിക്കുമ്പോൾ സുധി പറയും, ഇല്ല എന്നെ എൻ്റെ ഒരു ഫ്രണ്ട് സ്വാമിയാരിൻ്റെ അടുത്ത് കൊണ്ടുപോയായിരുന്നു. അപ്പോൾ സ്വാമിയാരാ പറഞ്ഞത് പിച്ച എടുത്തു കഴിഞ്ഞാൽ ഇന്നൊരു ദിവസം പിച്ച എടുത്താൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയി പിച്ചെടുത്തതെന്നൊക്കെ സുധി പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, എടാ ആ അമ്പലത്തിന് മുമ്പിൽ കുറേ നാളായിട്ട് ഒരുപാട് പിച്ചക്കാരിരുന്ന് പിച്ചെടുക്കുന്നുണ്ട്, അവരുടെ പ്രാർത്ഥന പോലും ദൈവം കേൾക്കുന്നില്ല, പിന്നെ നിന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ചോദിക്കുമ്പോഴേക്കും ചന്ദ്ര പറയും, ഒന്ന് വെറുതെ ഇരിയടാ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ വെറുതെ വെറുതെ ഇരുന്നെങ്കിൽ ഇവൻ ഇപ്പോഴും അവിടെ ഇരുന്ന് പിച്ചെടുത്തോണ്ടിരുന്നാനേ എന്നൊക്കെ പറയുവാണ് സച്ചി. ചന്ദ്ര അപ്പോൾ വളരെ വിഷമത്തോടെ പറയും, ഞാൻ നിന്നെ രാജാവിനെ പോലെ അല്ലേടാ വളർത്തിയത്, എന്തിനാടാ സുധി നീ ഇങ്ങനെ ചെയ്തത്, ഞങ്ങൾ ജീവനോടിരിക്കുമ്പോൾ നിന്നെ ഈ അവസ്ഥയിൽ കാണേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഞാനിത് അറിഞ്ഞിരുന്നെങ്കിൽ സുധി ഒരിക്കലും ഇത് ചെയ്യാൻ വേണ്ടി വിടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയും, പോട്ടെ, അവൻ ശരിക്കും പിച്ചയെന്നല്ലല്ലോ എടുത്തത്, ഏതോ സ്വാമിയാര് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ സച്ചി പറയും, അച്ഛാ ശൂലം കുത്തലും മുടിവെട്ടലൊക്കെ ആണെങ്കിൽ പോട്ടെ, ഇതെന്ത് പിച്ചെടുക്കാണെന്ന് പറയുമ്പോഴേക്കും സുധി പറയുന്നുണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ ഡ്രീം നടക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, സുധി നീ വിഷമിക്കേണ്ട, നിൻ്റെ ഡ്രീം എന്തായാലും നടക്കും, ഞാനുള്ളപ്പോൾ സുധി ഒരിക്കലും വിഷമിക്കില്ല എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സുധി ചോദിക്കും, എങ്ങനെ, അമ്മയാണെങ്കിൽ വീട് തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്ക് എങ്ങനെ പൈസ കിട്ടാനാ കാനഡയിൽ പോകാനുള്ളത്? അപ്പോൾ ചന്ദ്ര പറയും, എടാ നമുക്കെന്ന് പറഞ്ഞുള്ളത് ഈ വീട് മാത്രമാണ്, അതും കൂടി കൊണ്ടുപോയി പണയം വെച്ചിട്ട് നമ്മ വല്ല റോട്ടിലിറങ്ങി നിൽക്കേണ്ടി വരില്ലേടാ, അതുകൊണ്ടല്ലേ അമ്മ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചന്ദ്ര പറയുവാണ്.
അപ്പോൾ രവീന്ദ്രൻ പറയും അതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. മോളെ ശ്രുതി, നീ ആദ്യം ഈ ശ്രുതിയെ കൊണ്ടുപോയി ഒന്ന് കുളിപ്പിച്ചേ, അവൻ ആദ്യം ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ എന്ന് പറയും. അപ്പോൾ ശ്രുതിയും കൂടി മുറിയിൽ പോയതിന് ശേഷം ശ്രുതിയെ കുറെ തല്ലി പൊട്ടിക്കരയും. എന്തിനാ ശ്രുതി, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ എനിക്ക് ജോലി ഇല്ലെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുമല്ലേ, നീയും കൂടി എന്നെ കുറ്റപ്പെടുത്തുവാ ഞാൻ ജോലിക്ക് പോണില്ല എന്നൊക്കെ പറഞ്ഞു, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാന്ന് ചോദിക്കുവാണ് ശ്രുതി, നിന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നല്ല ഞാൻ ചീത്ത പറഞ്ഞത്, അതിന് ഇങ്ങനെയൊക്കെയാണ് ശ്രുതി ചെയ്യേണ്ടത്, ഒരിക്കലും ഇങ്ങനെ ചെയ്യല്ലേ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആലോചിച്ചൊരു നല്ല തീരുമാനം എടുക്കാം, ഇങ്ങനെ ഇഡിയറ്റിനെ പോലെ പൊട്ടത്തരമൊന്നും കാണിക്കല്ലേ എന്ന് പറഞ്ഞ് ശ്രുതി പൊട്ടിക്കരയുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതെ അങ്ങനെ വിഷമിച്ച് നിൽക്കുവാണേ. പിന്നെ കാണിക്കുന്നത് വർഷ നമ്മുടെ ശ്രീകാന്തിൻ്റെ ഹോട്ടലിലോട്ട് വരുവാണ്. എന്നിട്ട് അവിടെ ഉള്ള ഒരാളോട് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്ത് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവനകത്ത് പണിയില്ല, ഒന്ന് വരാൻ പറയുമോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ആ റൂമിൽ വെയിറ്റ് ചെയ്തു, ഞാൻ ശ്രീകാന്തിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് ശ്രീകാന്തിൻ്റെ അടുത്തോട്ട് പോവേ. എന്നിട്ട് പറയും, എടാ നിന്നെ കാണാൻ വർഷ വന്നിട്ടുണ്ട്. അയ്യോ, എന്നിട്ട് അവിടെ ഇരുത്തിയോ, പറഞ്ഞു വിടാറുന്നില്ലേന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എടാ ഓണർ 5 മിനിറ്റിനുള്ളിൽ വരും, അതിന് മുമ്പ് എളുപ്പം ഒരു പ്രശ്നമില്ലാതെ ഒച്ചപ്പാടൊന്നും ഇല്ലാതെ എന്താണെന്ന് വെച്ചാൽ പോയി സംസാരിക്കുമെന്ന് പറഞ്ഞ് ശ്രീകാന്തിനെ ആ മുറിയിലോട്ട് വിടുവേ. അപ്പോഴേക്കും ശ്രീകാന്ത് അവിടെ പോയിട്ട് ചോദിക്കും, എന്താ വർഷേ, ഫുഡ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുത്തരൂലേ. അപ്പോൾ വർഷ പറയും, ഞാൻ ഫുഡ് കഴിക്കാനൊന്നല്ല വന്നത്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. അപ്പോൾ ശ്രീകാന്ത് പറയും, എന്ത്, വാ നമുക്ക് വീട്ടിലോട്ട് പോവാമെന്ന് പറയുവാണ് വർഷ. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാനൊന്നുമില്ല, അവിടെ പോയി നിൻ്റെ അച്ഛനും അമ്മ എന്തെങ്കിലും പറയും, ഞാനും എന്തെങ്കിലും തിരിച്ചു പറയാം, പിന്നെ അതൊരു വീണ്ടും ഒരു പ്രശ്നമാവും, ഞാൻ വരുന്നില്ല എന്ന് ശ്രീകാന്ത് പറയുവാണ്. ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, നിന്നെ ഞാൻ ഫോഴ്സൊന്നും ചെയ്യത്തില്ല, നിനക്കെപ്പോൾ എൻ്റെ വീട്ടിലോട്ട് വരാൻ തോന്നുന്നോ അപ്പോഴേ ഞാനും എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ, നീ വിഷമിക്കാനും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, എത്ര നാൾ ഇവിടെ നിൽക്കും, പറയും എന്നെ ഇവിടെ നിന്ന് ഓടിക്കുന്നവരെ ഞാനിവിടെ നിൽക്കും എന്ന് പറയുവാണ്. എന്നാലും നീ ഇല്ലാതെ ഞാൻ ആ വീട്ടിലോട്ട് പോവില്ല എന്നുള്ള ഒറ്റ വാശിയിൽ നിൽക്കുവാണ് ശ്രീകാന്ത്. അപ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ പ്രശ്നത്തിൽ തലയിടുവാണെന്ന് ഓർക്കരുത്, വർഷേ ഇവൻ അവിടെ ഒരു ചെറിയ മുറിയിലാണ് നിൽക്കുന്നത്, അവിടെയാണെങ്കിൽ നിറയെ പാറ്റശല്യമൊക്കെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും വർഷ പറയും, പാറ്റശല്യമോ, ഹോട്ടലിലോ, ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ, അയ്യോ ഹോട്ടലിലല്ല, ഹോട്ടലിൻ്റെ പുറകിൽ ഒരു ചെറിയ മുറിയുണ്ട്, അവിടെ ഇഷ്ടംപോലെ പാറ്റശല്യം, രാത്രി ഒന്നും ഉറങ്ങാൻ പോലും പറ്റത്തില്ല, 3-4 പേര് തിങ്ങിയാണ് ആ കുഞ്ഞു മുറിയിൽ കിടക്കുന്നത്, മര്യാദക്ക് ഉറങ്ങിയിട്ട് ശ്രീകാന്ത് ഒരുപാട് നാളായി, ഇവൻ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, വർഷം എത്രയും പെട്ടെന്ന് ഇവനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നൊക്കെ പറയും. എടാ ശ്രീകാന്ത്, നീ പോടാന്ന് പറയുവാണ്. തന്നെ ശ്രീകാന്ത് പറയും, നിനക്ക് അവിടെ പണിയില്ലേ, നീ അവിടെ പോയി പണിയെടുത്തേന്ന് പറഞ്ഞ് ഫ്രണ്ടിനെ പറഞ്ഞു വിടുവേ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, പാറ്റശല്യമുള്ള മുറിയിൽ വരെ നിൽക്കും, എൻ്റെ വീട്ടിലോട്ട് വരാനാണോ ശ്രീകാന്തെ ബുദ്ധിമുട്ടെന്ന് ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അയ്യോ ഞാനൊന്നുമില്ല, പാറ്റയാണെങ്കിൽ കടിച്ചിട്ട് പൊക്കോളും, പക്ഷെ അവിടെ അങ്ങനെയല്ലല്ലോ എന്ന് പറയുമ്പോൾ വർഷ പറയും, ഓ പാറ്റയേക്കാളും ശല്യമാണല്ലേ അപ്പം ഞാൻ. അപ്പോൾ ശ്രീകാന്ത് പറയും, വർഷയെ പ്രശ്നം ഉണ്ടാക്കല്ലേ, ഞാൻ വൈകുന്നേരം ഫുഡ് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് കൊടുത്തേക്കാം, ഇപ്പോൾ പോകുമെന്ന് പറയുമ്പോഴേക്കും വർഷ വീണ്ടും പറയും, വാ നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ വർഷ പറയും, എൻ്റെ വീട്ടിലല്ല നിൻ്റെ വീട്ടിലോട്ടെന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, എൻ്റെ വീട്ടിലോട്ടോ. അപ്പോൾ വർഷ പറയുന്നുണ്ട്, ആ നിൻ്റെ വീട്ടിലോട്ട് പോകാം എന്ന് പറയുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, എന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം, എത്ര നാൾ നമ്മളിങ്ങനെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കല്യാണം കഴിച്ചത്, വാ നമുക്ക് വീട്ടിലോട്ട് പോകാം എന്നൊക്കെ പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അല്ല നിനക്കിപ്പോൾ ഇതെന്ത് പെട്ടെന്നാ ഒരു മനം മാറ്റം. അപ്പോൾ പറഞ്ഞ്, ചില കാര്യങ്ങൾ നമ്മൾ ലേറ്റ് ആയിട്ടല്ലേ മനസ്സിലാക്കുകയുള്ളൂ, ഇന്ന് എന്താ സംഭവിച്ചതെന്നറിയോ, റോഷൻ അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി, സച്ചിയേട്ടൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് വർഷ നടന്ന സംഭവങ്ങളൊക്കെ പറയുവാണ് ശ്രീകാന്തിനോട്. അപ്പോൾ ശ്രീകാന്ത് പറയും, നിനക്ക് എന്നെ വിളിച്ചുകൂടായിരുന്നോ, അതൊന്നും കുഴപ്പമില്ല, സച്ചിയേട്ടൻ വന്നാൽ എന്നെ രക്ഷിച്ചല്ലോ, അത് മതി എന്ന് പറയുമ്പോഴേക്കും, അതുകൊണ്ട് എൻ്റെ ദേഷ്യം മാറിയെന്നൊന്നും വിചാരിക്കരുത്, എനിക്കിപ്പോഴും നല്ല ദേഷ്യമുണ്ട് അച്ഛനോട്. പക്ഷേ അപ്പോൾ ശ്രീകാന്ത് ചോദിക്കും, പിന്നെന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് പോകാമെന്നൊരു തീരുമാനമെടുത്തത്, ഇനി അവിടെ ചെന്നഴിയുമ്പോൾ മനസ്സ് മാറോ, വീണ്ടും നിൻ്റെ വീട്ടിലോട്ട് പോകണമെന്നൊക്കെ പറയുമെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല, ഇപ്പം എനിക്ക് നിൻ്റെ വീട്ടിലോട്ട് പോകണമെന്ന് തോന്നുന്നു, വാ നമുക്ക് പോകാം എന്ന് പറയുവാണ്. അപ്പോൾ ശ്രീകാന്ത് പറയും, ഒരു 15 മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം, നീ ഇവിടെ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയി പണിയെടുക്കാൻ വേണ്ടി പോകുവേ. പിന്നെ കാണിക്കുന്നത് മഹിമേനെയും മധുസൂദനെയാണ്. മഹിമ ഭയങ്കര സങ്കടത്തിലാണ്, മധുസൂദനോട് പറയുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്തൊക്കെ വെറുതെ ആയല്ലോ, ഞാൻ ഇതോടുകൂടി അവർ ഈ വീട്ടിൽ നിർത്താമെന്നൊക്കെ ഓർത്തതാണ്, പക്ഷെ അതൊക്കെ വെറുതെ ആയി എന്ന് പറയുമ്പോഴേക്കും മധുസൂദനൻ പറയുന്നുണ്ട്, നമുക്കിനി വരും, നീ വിഷമിക്കൊന്നും വേണ്ട, അവൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയല്ലേ, അവൾക്ക് ആദ്യം എന്ത് വേണ്ടെന്ന് പറയണോ അത് പിന്നെ വേണമെന്ന് പറയും, വേണമെന്ന് പറഞ്ഞതൊക്കെ പിന്നെ വേണ്ടെന്നും പറയും, നീ വിഷമിക്കാതിരിക്കുക, നമുക്ക് പിന്നെയും ഒരവസരം വരും എന്ന് പറയുമ്പോഴേക്കും എന്നാലും ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണെന്നൊക്കെ പറഞ്ഞ് മഹിമ തൻ്റെ വിഷമങ്ങളൊക്കെ പറയുവാണ്. അപ്പോഴേക്കും മഹിമ പിന്നെയും ചോദിക്കുന്നുണ്ട്, ഇനി റോഷനും സച്ചിയും കൂടിയുള്ള ഒത്തുപ്ലാനിലാണോ അവൾ തിരിച്ച് അങ്ങോട്ടേക്ക് പോയെന്ന് പറയുമ്പോഴേക്കും, ഞാനത് അവളെ ഒന്ന് ഇളക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ അവൾ അതിൽ വീണില്ല, അവർ തമ്മിലൊരു കണക്ഷനൊന്നുമില്ല മഹിമയെന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭാഷണം
കൃഷ്ണ അവിടെ നിൽക്കുവാണേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. അപ്പോൾ പുറത്ത് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താടാ നീ ഒറ്റക്കാണോ വന്നതെന്ന് ചോദിക്കുമ്പോഴേക്കും വർഷയും കൂടെ വരുവേ. ഇത് കാണുന്നതോടുകൂടി ചന്ദ്രയും രവീന്ദ്രനും ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുവാണ്. ഇതോടുകൂടിയാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.